നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ജോലികളിൽ ഒന്നാണ് യുഎസ് പ്രസിഡന്റ് പദവി. എന്നാൽ ആ ജോലിയിൽ നിന്ന് വിരമിച്ചാലോ? ജോ ബൈഡന്റെ കാര്യമെടുത്താൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയിരുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ തുക ഇനി പെൻഷനായി കിട്ടുമെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പറയുന്നത്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, പക്ഷേ സംഭവം സത്യമാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വാർഷിക ശമ്പളം $4 ലക്ഷം, ഏകദേശം 3.3 കോടി രൂപയാണ്. എന്നാൽ ബൈഡന് ലഭിക്കാൻ പോകുന്നത് ഏകദേശം $4,17,000 ആണ്. എങ്ങനെയാണ് ഒരു റിട്ടയർമെന്റ് പേയ്മെന്റ് ശമ്പളത്തേക്കാൾ വലുതാകുന്നത്? ഇതിന് പിന്നിലെ മാജിക് എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ബൈഡന്റെ പെൻഷൻ ഇത്രയും ഹൈ ആയത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ ജീവിതമാണ്. 1970കളിൽ കരിയർ തുടങ്ങിയ ബൈഡൻ ദശകങ്ങളോളം സെനറ്ററായും പിന്നീട് 8 വർഷം വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിലെ സേവനത്തിന് സിവിൽ സർവീസ് റിട്ടയർമെന്റ് സിസ്റ്റം CSRS പ്രകാരം അദ്ദേഹത്തിന് വലിയൊരു തുക പെൻഷന് അർഹതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 1958ലെ ഫോമർ പ്രസിഡന്റ്സ് ആക്ട് ആണ്. ഇതനുസരിച്ച് എല്ലാ മുൻ പ്രസിഡന്റുമാർക്കും ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് തുല്യമായ പെൻഷൻ ലഭിക്കും. അപ്പോൾ ഈ 2 സ്കീമുകളിൽ നിന്നുള്ള തുകകൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ബൈഡന്റെ പെൻഷൻ ഇത്രയും വലിയൊരു തുകയായി മാറുന്നത്. ഇതിനെ ഡബിൾ ഡിപ്പിംഗ് എന്നൊക്കെ ചിലർ കളിയാക്കി വിളിക്കാറുണ്ട്. പക്ഷെ വെറും പെൻഷൻ ചെക്കിൽ മാത്രം തീരുന്നതല്ല ഈ ആനുകൂല്യങ്ങൾ. ഒരു മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഒന്നാമതായി ഓഫീസ് സ്പേസും ഒപ്പം സ്റ്റാഫും. അദ്ദേഹം എവിടെ ഓഫീസ് നടത്താൻ ആഗ്രഹിക്കുന്നുവോ അതിനുള്ള വാടകയും സ്റ്റാഫിന്റെ ശമ്പളവും സർക്കാർ നൽകും. റിപ്പോർട്ടുകൾ പ്രകാരം ബൈഡൻ ഇതിനായി മാത്രം ഏകദേശം $1.5 മില്യൺ, 12 കോടി രൂപയിലധികം ബജറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ട്രാവൽ അലവൻസസ് ഉണ്ട്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾക്കും മറ്റുമായി ലക്ഷക്കണക്കിന് ഡോളർ വേറെയും ലഭിക്കും. ഒപ്പം സെക്യൂരിറ്റി ഫോർ ലൈഫ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുൻ പ്രസിഡന്റിനും ഭാര്യയ്ക്കും മരണം വരെ സീക്രട്ട് സർവീസ് സംരക്ഷണം ഉണ്ടായിരിക്കും. ഇതിന്റെ ചിലവ് എത്രയാണെന്ന് പോലും കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല. അത്രയും വലിയ തുകയാണ് സുരക്ഷയ്ക്കായി മാറ്റിവെക്കുന്നത്. മറ്റ് മുൻ പ്രസിഡന്റുമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ബൈഡന്റെ ഈ തുക വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് ബാരക് ഒബാമയ്ക്ക് കിട്ടിയിരുന്ന പെൻഷന്റെ ഏകദേശം ഇരട്ടിയാണ്. ഇതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൈഡന്റെ 44 വർഷത്തെ നീണ്ട ഗവൺമെന്റ് സർവീസ് ആണ്. സാധാരണ ഒരു പ്രസിഡന്റിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ബോണസ് അദ്ദേഹത്തിന്റെ പഴയ സർവീസ് റെക്കോർഡ് വഴി ലഭിക്കുന്നുവെന്ന് ചുരുക്കം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ തുകയായി തോന്നാം. എന്നാൽ പ്രസിഡൻസി എന്ന പദവിയുടെ അന്തസ്സും സുരക്ഷയും നിലനിർത്താൻ ഇത്തരം ആനുകൂല്യങ്ങൾ അത്യാവശ്യമാണെന്നാണ് US നിയമങ്ങൾ പറയുന്നത്.